പല കേസുകൾ പുറത്തു വരുമ്പോൾ ആ പ്രതികളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുള്ളവരെല്ലാം ഭയപ്പെടാറുണ്ട്, അയ്യോ നമ്മുടെ ഇത് വരാറുണ്ടോ എന്ന്. ഇപ്പൊ ഈ അടുത്ത ദിവസം നടൻ ജയസൂര്യയുടെ പേര് അങ്ങനെ ഒരു കേസിൽ ബന്ധപ്പെട്ട് വാർത്തകളിൽ കണ്ടിരുന്നു. ആൾ ബ്രാൻഡിങ് അംബാസഡറായി എന്ന ഒരു കാര്യമാണ് അതിൽ വന്നത്. പക്ഷെ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുമുണ്ടായി. പക്ഷെ ഇപ്പൊ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ ഒരു കേസ് പുറത്തു വന്നപ്പോൾ തന്നെ LDF-കാര് കോൺഗ്രസ്സുകാരുമായി അയാൾ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമായിരുന്നു. മറുവശത്ത് BJP-യും കോൺഗ്രസ്സുകാരുമെല്ലാം CPM ഒത്ത് നിൽക്കുന്ന ഫോട്ടോയും പ്രചരിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ LDF പറയുന്നത് അടൂർ പ്രകാശിന്റെ ഒപ്പം നിന്ന ഫോട്ടോയെ കാണിച്ചിട്ടാണ് പറയുന്നത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് UDF-കാരും ഇതിൽ ഇൻവോൾവ് ആണ് എന്ന രീതിയിൽ വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട്. ഇതിനു മുൻപേ തന്നെ സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ആ കയ്യിലിരിക്കുന്നത് ഇവിടുത്തെ സ്വർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം UDF-നെ അത് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള ക്യാപ്ഷനുകളോടി സോഷ്യൽ മീഡിയയിൽ പ്രചരണം LDF-കാർ CPM-കാർ പ്രത്യേകിച്ച് CPM-കാർ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പവും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോടൊപ്പവും തുടങ്ങി നിരവധി ചിത്രങ്ങളും ഇവിടെ പ്രചരിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ തന്നെ ഇവരെ എല്ലാം ചോദ്യം ചെയ്യട്ടെ. ഇപ്പോൾ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA, അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യേണ്ടതല്ലേ? ആരോടൊപ്പമൊക്കെ ഫോട്ടോ എടുത്തു എന്നതാണോ ഈ SIT അന്വേഷിക്കുന്നത്, അതോ ഈ സ്വർണ്ണക്കൊള്ളയിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നാണോ അന്വേഷിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ കഴമ്പില്ലേ? കാരണം മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ചിത്രവും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഫോട്ടോ AI ആണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് യഥാർത്ഥ ഫോട്ടോ പുറത്തുവിട്ടത്. അപ്പോ മുഖ്യമന്ത്രി ഓഫീസ് തന്നെ സമ്മതിക്കുന്നു. ഇപ്പോ കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? ഒരാള് വീട് വെച്ച്, ഒരു പാവപ്പെട്ടവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിന് ആ വീട് വെച്ച് കൊടുക്കുന്നവർ എന്ത് കള്ളനാണോ കൊള്ളക്കാരനാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമോ, അതൊരു ഉപകാരമല്ലേ എന്ന് പറഞ്ഞ് ചെന്നാണ് ആ താക്കോൽ ദാനം നടത്തിയത്. അപ്പൊ ആ ചിത്രം അതുകൊണ്ട് എന്നെ സ്വർണ്ണക്കൊള്ളക്കാരനെന്ന് വിളിക്കരുതേ എന്ന് കേണപേക്ഷിക്കുകയായിരുന്നു മലയാളികളോട്. പക്ഷേ SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ആ ചിത്രം കണ്ടിട്ടൊന്നുമല്ല, പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അവർ അതിന്റെ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് അടൂർ പ്രകാശിൻ്റെ ഒരൊറ്റ ചിത്രം വെച്ചിട്ട് ചോദ്യം ചെയ്യണമെന്നാണ് പറഞ്ഞത്. SITക്ക് അറിഞ്ഞൂടെ ആരെ ചോദ്യം ചെയ്യണം? അത് അവർക്കറിയാം. ഇവിടുത്തെ CPM-കാർ ഇവരെ നിയന്ത്രിക്കേണ്ട, ഇവർക്ക് ഐഡിയാസ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് SITയുടെ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നുണ്ട്, മുതിർന്ന ഏതോ ഉദ്യോഗസ്ഥന്മാർ ഇവരെ സ്വാധീനിക്കാൻ, SITയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്നാലും കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ SIT അന്വേഷണം നടക്കുമ്പോൾ ഇവിടെയുള്ള CPM-കാരും ആരുടെ ചിത്രവും കാണിച്ച് SITയോട് പറയണ്ട ആരെ ചോദ്യം ചെയ്യണമെന്ന്. അവർക്കറിയാം ആരെ ചോദ്യം ചെയ്യണമെന്നും ആ സമയമാകുമ്പോൾ അവർ ചോദ്യം ചെയ്തോളും. ഇനി അഥവാ അവർ സമയത്ത് ചോദ്യം ചെയ്തിട്ടില്ല എങ്കിൽ അത് അന്വേഷിക്കാൻ, അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഹൈക്കോടതിയുണ്ട്. അതിലുപരി CBI-യും ED-യും എല്ലാം ഇത് അന്വേഷിക്കാൻ ഇവിടെ തയ്യാറുമാണ്. അപ്പം അതുകൊണ്ട് ഈ അന്വേഷണത്തെക്കുറിച്ച് ഓർത്ത് നമ്മുടെ നാട്ടിലെ സഖാക്കന്മാർ തലവുണ്ണാക്കുകയും വേണ്ട, കോൺഗ്രസ്സുകാരുടെ തലയിലേക്ക് ഇത് വെക്കാനും ശ്രമിക്കേണ്ട. ഇതിപ്പോ നമ്മൾ കോൺഗ്രസ്സുകാരെല്ലാം പരിശുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്നതല്ല. അല്ല ചേച്ചി, ഞാൻ പറയുന്നത് ഇപ്പൊ സോണിയാഗാന്ധിയാണ്, ഇപ്പൊ സോണിയാഗാന്ധിയുടെ വിമർശനമല്ലേ, സോണിയാഗാന്ധിയുടെ പേര് വന്നതുകൊണ്ട് ഞാൻ പറയുന്നു. മറിച്ച് അടൂർ പ്രകാശാണ് തെറ്റ് ചെയ്തെങ്കിൽ തെളിയിക്കട്ടെ. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ലഭിക്കട്ടെ. അതിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ അടൂർ പ്രകാശിന്റെ ചിത്രം പങ്കുവയ്ക്കുന്ന കാര്യം പറയുന്നു, എന്താണ് കടകംപള്ളിയുടെ ഈ ഒരു വിഷയം പറയുന്നു. ഇതിൻ്റെ അകത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ചേച്ചി. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരാളുടെ ചിത്രം ഒപ്പമുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് അത് കേസെടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ പറയുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് എപ്പോഴാണ്? ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു കടകംപള്ളി. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവിക നടപടിക്രമം എന്ന വിധം SIT ആദ്യം കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല? അതൊരു ന്യായമായ ചോദ്യമല്ലേ? അല്ല, എനിക്ക് തോന്നുന്നത് വെറുതെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിനേക്കാളും ഇപ്പൊ എല്ലാരും പറയുന്നു പത്മകുമാറിനെയും വാസുവിനെയും ചോദ്യം ചെയ്യുന്നതിനും അറസ്റ്റ് ചെയ്യുന്ന ആ നടപടികൾക്കെല്ലാം കുറച്ച് കാലതാമസം നേരിട്ടു. അപ്പൊ അവരെ അതിൻ്റെതായ സമയം ഞാൻ പറഞ്ഞത് ഇപ്പൊ കടകംപള്ളിയുടെ ഒരു വിഷയം പറയുമ്പോൾ
കടകംപള്ളിയെ അങ്ങനെ സ്വാഭാവികതയുടെ പേരിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. എന്താണ് വെറുതെ വിളിച്ചു. ഇത് അങ്ങനെയല്ല. പത്മകുമാർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവതുല്യനായ ആയിരിക്കാം. കാര്യം പത്മകുമാറിന്റെ മൊഴിയിൽ പത്മകുമാർ പറയുന്നതുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ അടുത്ത് സമീപിച്ചിരുന്നു. കടകംപള്ളി അതിന് തയ്യാറായി അല്ലെങ്കിൽ സമ്മതം കൊടുത്തു എന്നാണ് മൊഴിയിൽ പറയുന്നത്. ഈ മൊഴി കൊടുക്കുന്നത് എന്നാണ് നവംബർ മാസം അവസാനം, നവംബർ 20 മറ്റുമാണ്. ഈ പറയുന്ന ഒരു മാസത്തിനിപ്പുറമാണ് കടകംപള്ളി ചോദ്യം ചെയ്യുന്നത്. അതും ശനിയാഴ്ച ചോദ്യം ചെയ്യുന്നു. അത് മാധ്യമങ്ങൾ അറിയുന്ന എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ SIT എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ പോലീസ് തന്നെയല്ലേ, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് തന്നെയല്ലേ SIT എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ മുകളിൽ ഹൈക്കോടതി അതിനെ നിരീക്ഷിക്കുന്നുണ്ട്, കൃത്യമായി അത് വിശദീകരണം തേടുന്നുണ്ട്. അത് മന്ദഗതിയിലാവുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, രണ്ട് ഉദ്യോഗസ്ഥർ സ്വാധീനിക്കുന്നു, SIT സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പേര് പറയുന്നില്ല. ഇനിയും അതുപോലെ സ്വാധീനം ഉണ്ടായാൽ പേര് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. അല്ല, അത് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല ചേച്ചി. അതിനൊരു കാരണമുണ്ട്. ഈ പറയുന്ന പോലെ ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് വന്നു. അത് ചോദ്യം ചെയ്തത് ആരാണ്? VD സതീശനല്ല, ഹൈക്കോടതിയാണ്. ഈ കേസ് എന്തുകൊണ്ട് മന്ദഗതിയിൽ പോകുന്നു എന്ന് ചോദിച്ച് അടുത്ത ദിവസമാണ് കടകംപള്ളിയെ ചോദ്യം. അപ്പൊ അത് സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സതീശൻ പറഞ്ഞ പൂർണ്ണമാണ്. അതുപോലെ തന്നെ ഈ കേസ് വന്നപ്പോൾ, ശബരിമല സ്വർണ്ണക്കൊള്ള വന്നപ്പോൾ ആദ്യം കടകംപള്ളിയുടെ പേര് പറഞ്ഞത് ആരാ? VD സതീശനാണ്. അത് പറഞ്ഞത് എവിടെയാണ്? അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിലല്ല, സഭയിലാണ് പറഞ്ഞത്. ഇങ്ങനൊരു കേസ് വരുമ്പോൾ സ്വാഭാവികമായ നടപടി എന്ന വണ്ണം കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് എന്താണെന്ന്. അന്ന് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? തനിക്കൊരു പങ്കുമില്ല. അപ്പോൾ എന്താണ്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അടൂർ പ്രകാശ് പറഞ്ഞു, എൻ്റെ ഒരു ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ, ചോദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഇവർ എന്തുകൊണ്ട് പറയുന്നില്ല? ഇല്ല, കഴിയില്ല. കാരണം ഇപ്പം സ്വർണം ഇവര് പോയി എടുത്തു കൊണ്ടുപോകുന്നത് CCTV ദൃശ്യങ്ങളിൽ ഇല്ല എന്നൊക്കെ, അങ്ങനെ അല്ല. ഇവർക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കള്ളം ചെയ്യാൻ പ്രാപ്തരായവരെ, അതിന് തക്ക കള്ളന്മാരെ ശബരിമലയിൽ എത്തിക്കുകയും അതിനനുകൂല സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തതിൽ ഈ ദേവസ്വം വകുപ്പിന് പങ്കുണ്ട് എന്നല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അവിടെ എത്തുന്നു? ആൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കലാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിൽ എനിക്കതിൽ നേരിട്ട് പങ്കില്ല, അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ മന്ത്രിക്ക് നേരിട്ട് പങ്കില്ല എന്നൊക്കെ അവർ ന്യായീകരിക്കാൻ വേണ്ടി പറയാം. അതിൽ നിന്ന് തടിതപ്പാൻ വേണ്ടി പറയുന്നതാണ്. എങ്കിലും ഒരു മന്ത്രിക്ക് ആ വകുപ്പിൽ നടന്ന ഈ ഒരു കൊള്ളയിൽ നിന്നും ഇങ്ങനെ നിസാരമായി അതിൽ നിന്ന് കൈകഴുകി പോകാൻ കഴിയില്ല. ഇതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് തീർച്ചയായിട്ടും ഈ വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും അതിനുള്ള സാഹചര്യം അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള സഹായങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ ഈ ചോദ്യം ചെയ്യലുകളിനെ നമ്മൾ കാണേണ്ടതാണ്. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭ വരുമ്പോൾ ആദ്യം K രാധാകൃഷ്ണനായിരുന്നു, പിന്നീടാണ് വാസവൻ മന്ത്രിയാവുന്നത്, ദേവസ്വം വകുപ്പ് മന്ത്രിയാവുന്നത്. ആ സമയത്തുള്ളതാണ് PS പ്രശാന്ത്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ കേസാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ നടന്നതാണെങ്കിൽ PS പ്രശാന്തിനെ എന്തിനു ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമില്ലേ? ഇതിപ്പോ ഒരു വീട് കൊള്ളയടിക്കുന്നു, പെട്ടെന്ന് ഒരു ദിവസം കള്ളൻ അത് എല്ലാം നോക്കി വെച്ചിട്ട് ആ വീട് കയറി കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ് അല്ല. ഇത് വളരെ ഒരു ലോങ് പ്രോസസ്സാണ്. പതിയായിട്ട് അവിടെ ഇരുന്നത് മുഴുവൻ കുറച്ചു നാളുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ശബരിമലയെ അയ്യപ്പനെയും കൂടെ ഇവർ കൊണ്ടുപോയത്. അല്ല, ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ചേച്ചി, തിരക്കഥ എഴുതിയ ആൾ ഇപ്പോഴും പിന്നിലാണ്, അല്ലെങ്കിൽ തിരക്കഥ എഴുതിയ ആൾ ഇതുവരെ വന്നിട്ടില്ല. അതിലെ അഭിനേതാക്കൾ ഓരോരുത്തരായിട്ടാണ് ചോദ്യം ചെയ്തതും പിടിച്ചതൊക്കെ. അപ്പൊ ഇതിന്റെ പിന്നിലെ ബുദ്ധി എന്ന് പറയുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ ബ്രെയിൻ ആരാണ്? കടകംപള്ളി മാത്രമാണോ? അതോ കടകംപള്ളിക്ക് അപ്പുറം ആരൊക്കെ ഉണ്ടെന്ന് തെളിയേണ്ടത് തന്നെയാണ്. അത് തുടക്കത്തിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ്, ഇത് ഒരു ചില്ലറ മോഷണമല്ല. ഇത് ആ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടത് അതായത് ഒരു അന്താരാഷ്ട്രീയ തലത്തിലുള്ള സുഭാഷ് കപൂറിന്റെ ആ മാതൃകയിലുള്ള ഒരു വലിയൊരു തട്ടിപ്പാണ്. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അന്താരാഷ്ട്രീയ തലങ്ങളിൽ മാർക്കറ്റുകളിൽ വളരെയധികം വിലപിടിപ്പുള്ളതാണ്. അതൊരു വലിയൊരു തട്ടിപ്പാണെന്ന് അന്നേ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ഒരു മോഷണം, അതായത് ഒരു ചെറിയൊരു അഴിമതി ആ രീതിയിൽ കാണാവുന്നതല്ല. ഇത് അനേകായിരം ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആ ഒരു കേന്ദ്രമാണ് ഈ ശബരിമല എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ, അതായത് ഇവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിന് പകരം അവിടെ ഇത്രയും ആൾക്കാർ സമർപ്പിച്ച ഒരു ഇനി ഇവർ അവസാനം പറയും വിജയ് മല്യ സ്വർണം കൊണ്ട് വന്നില്ല എന്ന് പറയാൻ പോലും മടിക്കാത്തവരാണിവർ. അപ്പൊ ഇനി അവസാനം അങ്ങനെ തന്നെ പറയും, അങ്ങനെ ഒരു സാധനമേ ഇവിടെ വന്നിട്ടില്ല, അതൊക്കെ വെറുതെ വ്യാജ പ്രചരണമാണെന്ന് വരെ പറയാൻ മടിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ശരി, ഹൈക്കോടതിയുടെ
മേൽനോട്ടത്തിൽ തന്നെ ഈ അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. SIT തന്നെ ഈ ബാക്കി ആരാണോ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള അതിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.